എല്ലാവർക്കും കന്നഡ വ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ അവഞ്ചറിന്റെ ഫ്രണ്ടിലെ ടയറിന്റെ നൂലൊക്കെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ടയർ മാറ്റണം. ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ടയർ മേടിക്കുന്നതിന് മുമ്പായിട്ട് തൽക്കാലം നമുക്ക് ഈ സെക്കൻഡ് ടയറും വണ്ടി പൊളിക്കുന്ന സാധനം കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് പറ്റിയ എന്തെങ്കിലും സാധനം കിട്ടുമോ, നമ്മുടെ കാറിനൊക്കെ പറ്റിയ സാധനം കിട്ടുമോ എന്നൊക്കെ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിക്ക് നമ്മുടെ വാഗണാറിന് സ്റ്റിക്കർ ചെയ്യണം, പേരടിക്കണം, പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ലൈൻ വർക്ക് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഡോറിൻ്റെ ഈ സൈഡിലുള്ള വൈറ്റ് വരുന്ന ഭാഗം ബ്ലാക്ക് ആക്കണം. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബ്ലാക്ക് 800 അതിനും സ്റ്റിക്കർ ചെയ്യാനുണ്ട്. കുറച്ച് പരിപാടികൾ അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ പറ്റുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് 800-ന് ബീഡിങ് മേടിക്കണം ഡോറിൻ്റെ, അതും കിട്ടുമോ നോക്കാം. ഇതുകൂടാതെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈഫിന് ഡ്രൈവിങ് പഠിക്കാനായിട്ട് ചേരണം. അപ്പോൾ അവളവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച സ്കൂളുണ്ട്, അവിടെ പോയി ചേർക്കാൻ വേണ്ടി പോകാം തന്നെ നോക്കത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ പോവാണ്. എൻ്റെ ബ്ലാക്ക് ഇത് നമ്മുടെ അഖിലേഷ് ബ്രോയുടെ വണ്ടിയാട്ടോ. വണ്ടിക്ക് നമ്മൾ പേരടിക്കാൻ വേണ്ടി പോകണം ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ വാഗണാറിന് പേരടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനതും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതുകൂടാതെ നമുക്കുള്ള വേറെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ റോഡിൻ്റെ സൈഡായതുകൊണ്ട് അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട് വണ്ടിയുടെ. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് മാറിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്നുള്ളത്. പേരടിച്ച് അങ്ങനെ നമുക്ക് ഈ കാണുന്ന സംഭവം ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്, കണ്ടോ? ബ്ലൂ പർപ്പിളോ എന്തോ ആണ്, കണ്ടില്ലേ? ഇത് മാറ്റിയിട്ട് നമുക്ക് ബ്ലാക്ക് ആക്കണം. നമ്മുടെ ആ ഏറ്റവും ബാക്കിലത്തെ ചില്ലുണ്ട, അത് സ്റ്റിക്കറില്ല, പക്ഷേ നമുക്ക് ഇതിൽ സ്റ്റിക്കറുണ്ട്. അപ്പോൾ നമുക്ക് പൊളിച്ചു കളയാൻ വേണ്ടി പോകട്ടോ. നമ്മളെന്തായാലും എക്സ്ട്രാ സ്റ്റിക്കർ ചെയ്യുന്നില്ല അവിടെ, ഉള്ളതും കൂടി ഒന്ന് ഈ കാണുന്ന സ്റ്റിക്കറാണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. അതിനൊരു ബ്ലൂയിഷ് കളറാണ് ഇപ്പോൾ കാണുന്നത്, അത് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കണം. കുറച്ച് വീതി കുറയ്ക്കണ്ടോ നമ്മുടെ അതിൻ്റെ ആദ്യത്തിൻ്റെ അത്രയും വീതി വേണ്ടല്ലോ, വീതി കുറച്ച് കുറയ്ക്കണ്ടേ? മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ
നമ്മൾ ഈ സ്റ്റിക്കർ ആദ്യം അടിച്ചത് പുറത്തായിരുന്നു, എന്നിട്ട് പിന്നെ നമ്മൾ മാറ്റി അകത്തുന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റൊക്കെ ഊരിയിട്ട് അതിൻ്റെ അടിയിൽ നന്നായിട്ടൊന്ന് പേപ്പറൊക്കെ പിടിച്ച് തുരുമ്പൊക്കെ കളഞ്ഞിട്ട് നമ്മളതിനെ പെയിൻറ്റ് ചെയ്തിട്ട് മാറ്റിയിടാൻ വേണ്ടി പോകാം. നമ്മൾ ഓൾറെഡി അതിന് ഫ്ലോർ മാറ്റൊന്നും ഇട്ടിട്ടില്ല. പിന്നെ മാറ്റിയിടാൻ പോകുന്നത് നമ്മുടെ നോർമൽ മറ്റേ വെള്ളം നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ പിടിച്ചെടുത്തിട്ട് ഉണങ്ങി പോകുന്ന ടൈപ്പ് മാറ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള സാധനം തന്നെ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്കിങ്ങനെ സീറ്റെല്ലാം ഊരി മാറ്റണം. അപ്പോൾ നമ്മൾ സീറ്റ് ഊരി മാറ്റുന്നുണ്ട് കേട്ടോ. സീറ്റ് ഊരി മാറ്റിയിട്ട് എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കളയണം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ 2 സീറ്റ് വരുന്നുണ്ട് കേട്ടോ. ബാക്കിലെ സീറ്റ് വരുന്നില്ല, നമുക്ക് മാറ്റി ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയയിലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കളയണം. WD-40 അടിച്ചിട്ടിട്ട് പേപ്പർ പിടിച്ച് അതെല്ലാം കളഞ്ഞിട്ട് നമുക്കൊരു പ്രൈമറോ എന്തെങ്കിലും എപ്പോക്സി എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാം. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് മാറ്റും കൂടി വാങ്ങിയിട്ടിട്ട് കഴിഞ്ഞാൽ നീറ്റായി കിടക്കും. ഈ ഒരു ഏരിയയൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ ഭയങ്കര ഒരു വൃത്തി കുറവുള്ള പോലെ തോന്നും. അപ്പോൾ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് കളർഫുള്ളാക്കാനൊന്നും നമ്മൾ പോകുന്നില്ല. ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ ഇതിലേതെങ്കിലും ഒരു കളറായിരിക്കും സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ്, കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യമുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ വൈഫിന് ഡ്രൈവിങ് പഠിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്കെല്ലാം സെറ്റാക്കാം. വണ്ടി പണിത് ഒക്കെ നമുക്കൊരു അത്യാവശ്യമാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ നമുക്ക് മാറ്റണം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ അകത്ത് നിന്ന് സെറ്റ് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷത്തിന് മേളിലായിട്ടുണ്ട്. വെറും 450 രൂപയുടെ മ്യൂസിക് സിസ്റ്റമാണ് കേട്ടോ നമ്മൾ വെച്ചിരുന്നത്. ഇപ്പോഴും വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ ജീപ്പിൻ്റെ അകത്ത് നിന്ന് ഊരി എടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. വയറിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് കുറച്ച് നാളായിട്ട് വർക്ക് ആവാതിരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നൊരു ഭാഗമില്ലേ, എനിക്ക് തോന്നുന്നു അത് തീരെ ചെറിയൊരു സിസ്റ്റമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കയറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കയറ്റാം. അതൊന്ന് കവർ ചെയ്തിട്ട് അവിടെ കയറ്റാം. അതുപോലെ താഴത്തേക്ക് കുറേ വയറൊക്കെ കിടപ്പുണ്ട്. ഇവന്മാരെയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റിയിട്ട് നീറ്റാക്കി എടുക്കണം. ഫുള്ളായിട്ടൊന്ന് നീറ്റാക്കണം. ഓക്കെ, യെസ്. ഇപ്പോൾ സമയം രാത്രി 11:30 ആയിട്ടുണ്ട് ഏകദേശം. നമുക്കിതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി വെച്ചിട്ട് മണ്ണൊക്കെ കളഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ബാക്കി പരിപാടി നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മുടെ പക്ക അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സ്പ്ലെൻഡറിന് നമ്മൾ ക്രാഷ് ഗാർഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഒരു ടയർ എടുത്തിട്ട് വന്നായിരുന്നു. ഇതാണ് വണ്ടിയുടെ ഈ ടയർ നമ്മളിന്ന് സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ് നോർമലായിരുന്നു, അത് മാറ്റിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ കവറിന് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി. വണ്ടി ഏകദേശം ഒരു 5 രൂപ 6 രൂപ മറ്റും എടുത്താണ്. ബാക്കി നമ്മളിതെല്ലാം ചെയ്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. KL11 വണ്ടി, യെസ്. KL11 നമ്മുടെ നൈസാ ജീപ്പ് വേണ്ട, KL11. അതുപോലെ നമ്മുടെ സ്പ്ലെൻഡർ KL11. അതുപോലെ നമ്മുടെ 800 KL11. ശരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ ബാക്കിയെല്ലാം വരുന്നത് 32 കേട്ടോ. നമ്മൾ ചേർത്തില്ല സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുള്ള രജിസ്ട്രേഷൻ വരുന്നത്. ഈ ഒരു 3 വണ്ടിക്കേ ഉള്ളൂ KL11. ബാക്കി എല്ലാ വണ്ടിയും KL32 തന്നെ. കാണില്ലേ അവിടെ കണ്ട 32, എല്ലാ വണ്ടിയും 32 തന്നെ. എന്താടാ ഫിനിഷിങ് ആയില്ലേ? ഒരു കോട്ടലടിച്ചോളൂ, രണ്ടാമത്തെ കോട്ട അടിക്കുമ്പോൾ സെറ്റായി. എന്തായാലും മറ്റേ ബാഗിനേക്കാളും നല്ല ഈ സാധനം മാത്രമായിട്ട് വെക്കണം. ഇതല്ലേ സ്റ്റിക്കർ ചെയ്യാന്ന് പറഞ്ഞു, കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ. അത് നൈസായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സെറ്റ് കേട്ടോ. ഈ ഒരു സാധനമാണ് നമ്മൾ ജീപ്പിനകത്ത് വെച്ചിരുന്നത്. ഭയങ്കര പവർഫുൾ വർക്കൊന്നുമില്ല, എന്നാലും നമുക്ക് അറിയാലോ ജീപ്പിൻ്റെ ശബ്ദം അറിയാലോ. വണ്ടി ഓടുന്ന സമയത്ത് നല്ല ശബ്ദമായിരിക്കും, എന്നാലും നമുക്ക് നല്ല രീതിയിൽ പാട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. 450 രൂപ മേടിച്ചിട്ട് 2.5 വർഷത്തോളമായേ. ഇപ്പോഴും സാധനം വർക്കിംഗ് കേട്ടോ. മാത്രമല്ല എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെച്ചിരുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടന്നിട്ട് ഏകദേശം ഈ ഒരു ലെവൽ വരെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക. എന്നിട്ട് പതുക്കെ ഇറങ്ങിപ്പോവുള്ളൂ. ആ വെള്ളത്തിൽ ഈ സാധനം കിടന്നിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഓർത്തത് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ പോയിട്ടൊന്നുമില്ല ഇതുവരെ. ഇപ്പോഴും വർക്കിംഗ് കേട്ടോ. വെള്ളത്തിൽ കിടന്നാലും സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതാണ് സ്പീക്കർ നമ്മൾ വെച്ചിരുന്നത്. ഒത്തിരി പഴയതാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള സ്പീക്കറാണിത്. ഒരു ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറായിരുന്നു. ഈ 2 സ്പീക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ വർഷങ്ങൾ ഒരുപാടായി, ഏകദേശം 12-13 വർഷം ആയിട്ടുണ്ട് ഈ ഒരു സ്പീക്കർ ഇപ്പോഴും വർക്കിംഗ് ആരാണ്ടും. പക്ഷേ നമ്മളിത് മാറ്റാൻ പോകട്ടോ, കാരണം നമുക്ക് കുറച്ച് നല്ല എന്തെങ്കിലും സ്പീക്കർ കയറ്റണം. അതുപോലെ തന്നെ എന്തെങ്കിലും ആംപ്ലിഫയർ വെച്ചാലേ നമുക്കൊരു സബ്ബൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടിക്കകത്ത് സബ്ബ് കയറ്റുക എന്ന് പറയുന്നതൊന്നും വലിയ പോസിബിളായിട്ടുള്ള കാര്യമല്ല, അറിയാമല്ലോ. ഒരു ജീപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല പോരാത്തതിന് ഞാനിപ്പോൾ ഇതൊരു 3 സൈഡ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ്. മേളിൽ ഹുഡ് മാത്രം, സൈഡ് 2 ബാക്കും ഓപ്പൺ, അങ്ങനെ ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പിന്നെ നമുക്ക് സബ്ബ് വെക്കാമെന്ന് പറയുന്നൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് സാധനം ഊരിയിട്ട് നമ്മുടെ കാറിനകത്തേക്ക് കയറ്റാൻ പോട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിലപ്പം ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ആവശ്യമുള്ളപ്പോൾ മാത്രം വെച്ചാൽ മതിയല്ലോ. അപ്പോൾ സെറ്റൊക്കെ ഊരിയിട്ട് നമ്മുടെ വണ്ടിക്കകത്തേക്ക് ഈ കിടക്കുന്ന 800-നകത്തേക്ക് കയറ്റാൻ പോകാം. അതിൻ്റെ അകത്തിരിക്കുന്ന സെറ്റ് ഇച്ചിരി കൂടിയ സെറ്റാണ്. കൂടിയ മീൻസ് 10-12 രൂപയുടെ സെറ്റാണ്, ഒത്തിരി കൂടിയതല്ല. എന്നാലും ഈ 2 വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനകത്തിരിക്കുന്നത് 12,000 രൂപയുടെ എന്ത് സെറ്റാണ്. നല്ല സാധനം, നല്ല വർക്കിങ്ങാണ്. അത്രേ ഉള്ളൂ. ഇവിടെ എന്താ ഇല്ല, വെറുതെ വെച്ചിരിക്കും. ഇത്ര ഈസി ആയിരുന്നല്ലേ സംഭവം. ഒന്ന് പൊക്കി വിട്ടോ, ഒന്ന് ഇങ്ങോട്ട്. ഒന്ന് ഇതൊന്ന് ഉരിക്കേ. ഇതൊന്നും ഊരെടുത്ത് അവൻ അടിച്ചതിന് സാധനം പുറത്തിറക്കിയത്. അല്ല ചുമ്മാ വലിച്ച പോരും അത്. ഞാൻ ഇവിടുത്തെ സീറ്റ് ചുമ്മാ വലിച്ചപ്പോ പോകുന്നായിരുന്നു. മതി, നമുക്ക് അതിന്റെ പുറത്തോട്ട് കയറ്റി വെച്ചാൽ മതി. പിന്നെ റോൾസ് റോയ്സ് ഒന്നും അല്ല, നമ്മുടെ 800 അല്ലേ. പക്ഷെ പണ്ടത്തെ ബെൻസാണ് തോന്നല്ലേ, പിന്നെ അല്ല. ഇപ്പൊ കാണുമ്പോലൊന്നും അല്ല ഗൈസ്, ഞങ്ങളിതിനെ പണിതൊരു അങ്ങോട്ട് ഇറക്കും അല്ലേ ഞങ്ങ. പിന്നെ ഇങ്ങനത്തെ വണ്ടി ജെയിംസ് ബോണ്ടിന് പോലും കാണത്തില്ല പണിത് കഴിയുമ്പോൾ. ആ സീറ്റും കൂടെ, ആ സീറ്റ് ഇറക്കും, വാ കയറിട്ട് കെട്ടി വെച്ചിരിക്കുന്നു. ഇതെന്റെ നൻപൻ ചെയ്ത പരിപാടിയാണ്. നൻപന്റെ പരിപാടിയാണ്. ഇപ്പൊ അവനെ കൊണ്ട് തന്നെ വിളിച്ച് കെട്ടിക്കേണ്ടി വരും. എല്ലാം രണ്ടാമത് ഇവിടുന്ന് ഇങ്ങോട്ട് കെട്ടിയാൽ മതിയല്ലേ. അത് നമുക്ക് കേട്ടോ. എടാ എന്താ കത്രി എന്താ ഇല്ല, കയ്യിലില്ല കത്രി. നോക്കട്ടെ ഇവിടെ. യെസ് യെസ്. അതായിരുന്നു നല്ലത്, അതായിരുന്നു നല്ലത്. വലിയ വിശേഷമൊന്നുമില്ല ആവശ്യം. അത് യെസ്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ എളുപ്പമുണ്ട്. അടിക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് അടിച്ചുവിടാം. ഇതിന് പൂടി കിടക്കണോ, എന്നാലും അടിക്കുമ്പോഴേ മൊത്തമായിട്ടങ്ങ് അടിച്ചുവിടാം. മാറ്റ് ചെയ്യുമ്പോഴും നമുക്ക് നല്ല നീറ്റായിട്ട് അടിച്ചു വിടാമല്ലോ. 3-4 മീറ്റർ മാറ്റുണ്ടെങ്കിൽ ഒരു 5 മീറ്റർ മതിയാവും തോന്നണല്ലേ മൊത്തത്തിൽ. നാളെ മേടിക്കാം. എന്തായാലും സീറ്റെല്ലാം അഴിച്ചില്ല, അപ്പോൾ നാളെ തന്നെ ഫിനിഷ് ചെയ്ത്
നമ്മുടെ ഈ വെൻഡബ്ലാക്കിയുടെ ഈ ഒരു സ്പോയിലറില്ല, അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പോയിലർ വേണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിനും കറക്റ്റ് സെയിം സാധനം ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടിയിലിരിക്കുന്ന കറക്റ്റ് അത് തന്നെ, ഒരു വ്യത്യാസമില്ല. എടാ വ്യത്യാസമൊന്നുമില്ലല്ലോ. ആ എന്നാൽ അതിൻ്റെ ഒപ്പം ഒന്ന് വെച്ചേ അവിടെ സെയിം സാധനം തോന്നാം. തിരിച്ച് അങ്ങനെയല്ല, തിരിച്ച് ഇവനെന്തോ കാണിക്കുന്നത്, തിരിച്ച് എടാ തിരിച്ച് വിടിയടാ. ആ അത് തന്നെ, ആ യെസ് അത് തന്നെ, സെയിം സാധനം, ഒരു വ്യത്യാസമില്ല. ഇല്ല സെയിമാ. ഓക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്തായാലും കിട്ടുമെന്ന് ചോദിക്കാമല്ലേ. വണ്ടിക്കകത്ത് വെച്ച് വണ്ടിയുടെ അകത്തോട്ട്. ആ പുറകിലല്ലേ, പുറകെ ഇരിക്കുക ആണോ? എന്നാ അതോട് വെച്ചോ, പിടിച്ചോണ്ടിരിക്കുക അല്ലേ. ആ അങ്ങനെ ഇരുന്നോട്ടെ, ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഇരുന്നോളാം. അല്ല നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ മതി, നമുക്ക് ലോക്ക് കിട്ടത്തില്ല. യെസ്, നമ്മുടെ സ്പോയിലറിൽ നമ്മൾ ആദ്യം സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് വലിയൊരു ഫിനിഷിങ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് എപ്പോക്സ് അടിച്ചിരിക്കുകയാണ്. എപ്പോക്സ് അടിച്ചിട്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല, ഉണങ്ങിയിട്ടില്ല, ഇപ്പോൾ അടിച്ചേ ഉള്ളൂ. എന്തായാലും ഉണങ്ങിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് പെയിൻ്റ് ഉണ്ട്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഉള്ളിലായിട്ട് തോന്നണം, ബോണറ്റിൻ്റെ ഉള്ളിലായിട്ട് അടിക്കാൻ പോകട്ടോ. ബോണറ്റിൻ്റെ അകം ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്, ഒരു കാണാൻ വലിയ നനയില്ലാത്ത രീതിയിലാണ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ച് കളയാം. തുടച്ചാൽ മതി അല്ലേ? തുടച്ചാൽ പോകല്ലേ? പൊടിയാണ്, തുടച്ചാൽ പോകും. ഓ ഇത് പൊടിയല്ലടാ, ഇത് അഴുക്കാടാ ഇത്. ഓ മാൻ, അപ്പം ഇത് കഴുകി കഴിഞ്ഞാൽ മൊത്തം വെള്ളമാകുമായിരിക്കും. ആ തിന്നറിട്ട് തുടക്കാം. ഞാൻ വിചാരിച്ചത് അത് പോകുന്ന സാധനം അല്ലെന്നാ. ഇതോടാ ശേ, ഞാൻ വിചാരിച്ചെന്നറിയാവോ? ഇല്ല, ഇത് മറ്റേ കളർ മാറി തുരുമ്പോലെ സംഭവം വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ്. പക്ഷേ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ പെയിൻറ്റ് കട്ടയാവും. അയ്യോ ചിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പോകത്തില്ല. അയ്യോടാ, അതിൻ്റെ അകത്ത് പെയിൻ്റൊന്നും ചെയ്യേണ്ടി വരില്ല മിക്കവാറും. ഇത് നല്ല ക്ലീനാണ് സാധനം, അതേണ്ട അഴുക്കാണെന്ന് പിടിച്ചിരിക്കണം. ആ ഒച്ച ഏതാണ്ട് നരച്ചു പോയിട്ടുണ്ട്. ഒച്ച ഓ യാ, നിങ്ങൾക്കാദരാഞ്ചേ ബ്ലും ബ്ലും ബ്ലും. അവിച്ചുവിൻ്റെ തൊട വെച്ച് തുടക്കൂ. നനച്ചാണോടാ അത് തുണി? അങ്ങനെയാണ് മൊത്തം നനച്ചാൽ ചെറുതായിട്ട്. പെയിന്റ് ഇപ്പോൾ അടിക്കണമെന്ന് വെച്ചാൽ പോരെ. അടുത്ത് നമുക്ക് അതിൻ്റെ അതിപ്പോൾ ഒന്ന് ഉണങ്ങട്ടെ, ഉണങ്ങിട്ട് അടിക്കാം. ഇല്ല, ഒരു 10-15 മിനിറ്റ് വേണം. യെസ്, അപ്പോൾ അടുത്ത ദിവസം രാവിലെ കേട്ടോ നമ്മൾ പെയിൻ്റ് തുടങ്ങാൻ പോകണം. അപ്പോൾ നമ്മുടെ സ്പോയിലറിന് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതാ സംഭവം നൈസായിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം ജസ്റ്റ് ആ പേപ്പറിൽ തട്ടിയതൊന്ന് പ്രശ്നമായിട്ടുണ്ട്. സെറ്റാക്കാം. ബാക്കിയൊന്നും വലിയ വിഷയമില്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അകത്ത് പെയിൻ്റ് അടിക്കാൻ തുടങ്ങുകയാണ് ഫുള്ള്. ഓക്കെ, ഫുള്ള് ബ്ലാക്കാണ് അടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് അടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് മാറ്റി ചെയ്യും. എന്നാലും ഇരിക്കട്ടെ. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ പഴയ സീറ്റ് കേട്ടോ. നമ്മൾ മാറ്റിയതാണ്. ഇതിപ്പം ചാരുന്ന ഭാഗം ഒറ്റ പീസായിട്ടുള്ളൂ. ഇപ്പോൾ വെച്ചേക്കുന്നത് രണ്ടായിട്ട് മടക്കാവുന്നതാണ്.
യെസ് ഗായ്സ്, നമ്മുടെ വണ്ടിക്ക് മാറ്റിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ. ഓ പ്ലാൻസ് അതിന് അങ്ങോട്ട് വെച്ചു, അതിൻ്റെ അകത്ത് വെച്ചു.